ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു ചിക്കൻ മോമോസ് ഉണ്ടാക്കാം. അതിനായി 1 കപ്പ് മൈദയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. മാവ് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം കുറേശ്ശെയായി ചേർത്ത് കുഴച്ച് ഉരുട്ടി എണ്ണ തടവി മാറ്റി വയ്ക്കണം. മാവ് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്നറിയാൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇനി മോമോസിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ചോപ്പ് ചെയ്ത് വെച്ച 1 കപ്പ് സവാള, 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, 6 പച്ചമുളക്, 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്ത് സ്റ്റീം ചെയ്ത് മിൻസ് ചെയ്ത ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കാം. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് മല്ലിയിലയും സോയാ സോസും കൂടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും സോയാ സോസും നിർബന്ധമില്ല, അതൊക്കെ ഓപ്ഷണലാണ്. ചിക്കനും വെജിറ്റബിൾസും എല്ലാം നന്നായി മിക്സായെന്ന് ഉറപ്പ് വരുത്തുക. ശേഷം നമുക്ക് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവയെല്ലാം ചേർത്ത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം. മോമോസിൻ്റെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് മാവ് പരത്തണം. കുഴച്ച് വെച്ച മാവ് അല്പം മൈദ തൂവി മുകളിലേക്ക് വച്ച് മുകളിൽ മൈദപ്പൊടിയും തൂവി കട്ടി കുറച്ച് വലുതാക്കി പരത്തിയെടുക്കാം. ചെറിയ റൗണ്ട് ഷേപ്പിൽ പരത്തി വെച്ച മാവ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായി തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് 2 സ്പൂണോളം വെച്ച് ഒരു സൈഡിലേക്കായി ചെറുതായി മടക്കി മടക്കി ചുറ്റിച്ചെടുക്കാം. ചെയ്ത് നോക്കുമ്പോഴേ ഇത് ഈസിയാണെന്ന് മനസ്സിലാവുകയുള്ളൂ. പരത്തി വെച്ച എല്ലാ മാവിലും ഇങ്ങനെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. മോമോസിന് മാവ് ചുറ്റിച്ചെടുക്കുമ്പോൾ എല്ലാം ഒരേ വശത്തേക്ക് തന്നെ ചുറ്റിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ എളുപ്പം തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. എല്ലാ മോമോസും ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. മോമോസ് വേവിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ തടവി കൊടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത്. പാത്രം ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് മോമോസ് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിൻ്റെ ചട്നി തയ്യാറാക്കാം. അതിനായി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുള്ള 5 വറ്റൽമുളക്, 2 തക്കാളി അരിഞ്ഞതും 4 അല്ലി വെളുത്തുള്ളിയും പാകത്തിന് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ വിനെഗറും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ ഇത് നന്നായി അരച്ചെടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് ചട്നിയുടെ ടേസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്.